ഹരിഹരൻ, കേരളത്തിൽ ഇപ്പോൾ വളരെ രസകരമായ ഒരു അന്തരീക്ഷമുണ്ട്. അതായത് പ്രതിപക്ഷ പ്രവർത്തനം കാര്യമായിട്ട് അസംബ്ലിയിലൊന്നും കാണുന്നില്ല. പക്ഷെ പ്രതിപക്ഷ പ്രവർത്തനം പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ അതിശക്തമായിട്ട് നടക്കുന്നുണ്ട്. സി പി ഐയും സി പി എം തമ്മിൽ മിണ്ടുന്നില്ല. സി പി ഐയുടെ നേതാക്കന്മാർ പോയിട്ട് സി പി എം നേതാക്കളെ പോയി കണ്ടു, ഞങ്ങളുടെ ചില അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഉപനേതാവിൻ്റെ ഒരു പദവിയായി ചോദിച്ചതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ആ തർക്കത്തിൽ ടി പി രാമകൃഷ്ണൻ, അദ്ദേഹം മറ്റൊരു ഇടതുപക്ഷ മുന്നണി ജനാധിപത്യത്തിനുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹത്തെ കാണാറില്ല. കൺവീനർ ഉണ്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സി പി ഐയുടെ ഓഫീസിൽ അദ്ദേഹം പോയപ്പോൾ കണ്ടു. അപ്പോൾ അവിടെ നടക്കുന്ന തമ്മിലടികൾ യഥാർത്ഥത്തിൽ സി പി ഐ സി പി എം തർക്കം വളരെ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അവർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരിക്കുന്നതിൽ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്, വേണ്ടി വന്നാൽ അസംബ്ലിയിൽ സി പി എമ്മിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യം, ഒരു സി പി എം മാത്രമേ ഉള്ളൂ, ആർ ജെ ഡി ഒരാൾ മാത്രമേ ഉള്ളൂ, അവർ മാറിയിരിക്കാൻ പോലും തയ്യാറാവും. അതായത് പിണറായി വിജയൻ്റെ കീഴിൽ ഇരിക്കാൻ തയ്യാറില്ല എന്ന ഒരു സൂചന അവർ നൽകിയിട്ടുണ്ട് എന്ന് പറയും. എന്താ അതിൻ്റെ അർത്ഥം? ഈ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം സംഭവിച്ച ഒരു പാർട്ടിയാണല്ലോ സി പി ഐ. പല കുത്തക സീറ്റുകളും തോറ്റു വരും. അത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. കാരണം സി പി എമ്മിൻ്റെ ഈ കൂടെ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സി പി എമ്മിന് ഏൽക്കുന്ന തിരിച്ചടി സി പി ഐയെയും ബാധിക്കും. ധാരാളം പേർ ബിനോയ് വിശ്വം സെക്രട്ടറി ആയിരിക്കുന്ന കമ്മിറ്റിയിലുള്ളവർ തന്നെ ഇങ്ങനെ ആപത്തിനെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞതാണ്. ദേശീയ നേതാക്കൾക്കുൾപ്പെടെ വലിയ ഉത്കണ്ഠ കാര്യത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കൂടി രൂക്ഷമായ ചർച്ച സി പി ഐയുടെ സംസ്ഥാന കമ്മിറ്റികളിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ ബിനോയ് വിശ്വം സ്ഥാനം ഒഴിയണം എന്ന വരെ അതിൽ വരെ ചർച്ച പോയി. ബിനോയ് വളരെ വൈകാരികമായിട്ട് കമ്മിറ്റിയിൽ പ്രതികരിച്ചു. അതുകൊണ്ട് പൊതുവിൽ ബിനോയ് വിശ്വത്തിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപം അദ്ദേഹം പിണറായി വിജയൻ്റെ ഒരു സാമന്തനായിട്ട് ശിങ്കിടിയായിട്ട് നിൽക്കുന്നു, സി പി ഐയുടെ നിലപാടുകൾ പറയാൻ പറ്റുന്നില്ല, ഉറപ്പിച്ച് പറയുന്നില്ല, വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു, അതെല്ലാം പൊതുജനമധ്യത്തിൽ സി പി ഐയെ വല്ലാതെ അപകീർത്തിപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെയാണ് ചർച്ചകൾ വന്നത്. പക്ഷേ സി പി ഐ നമുക്കറിയാം, സി പി ഐ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നൊരു പാർട്ടിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു. പിന്നെ അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞ് പുതിയൊരു രാഷ്ട്രീയ പരിവർത്തനം വന്നപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനം ബലി കഴിച്ചിട്ട് പുതിയൊരു മുന്നണി കെട്ടിപ്പടുക്കുകയാണ് സി പി ഐ ചെയ്തത്. പി കെ വാസുദേവൻ നായർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ടാണ് ഒരു മുന്നണി മാറി എൽ ഡി എഫിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും എൽ ഡി എഫിലേക്ക് വന്നതിന് ശേഷം അവർക്ക് വലിയ വളർച്ച ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലാകെ അവർ ദുർബലപ്പെട്ടു, ബംഗാളിൽ പൂർണ്ണമായിട്ട് തകർന്നു, കേരളത്തിലും സംഘടനപരമായിട്ട് ദുർബലപ്പെടുകയാണ് ചെയ്തത്. വലിയ വളർച്ച ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം അവർ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർക്ക് ട്രേഡ് യൂണിയൻ രംഗത്ത് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു, അസംബ്ലിയിലും പാർലമെൻറ്റിലും സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത് പടിപടിയായിട്ട് അവർ സി പി എമ്മിൻ്റെ ഒരു ബി ടീമായിട്ട് അവസാനിക്കുകയാണ്. വ്യത്യസ്തതയുള്ള, ഒരുപക്ഷെ സി പി എമ്മിനോട് നയപരമായിട്ട് വ്യത്യാസമുള്ളൊരു പാർട്ടിയാണ് എന്ന സ്ഥിതി പോലും പോയി. അതുകൊണ്ട് ഇന്ന് അവരൊരു ക്രൈസിസിലാണ്. യഥാർത്ഥത്തിൽ സി പി ഐ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം അവർക്ക് വലിയ നേതാക്കളൊന്നും ദേശീയ തലത്തിലില്ല, ട്രേഡ് യൂണിയൻ രംഗത്ത് തിരിച്ചടി വരുന്നു, പല മേഖലകളിൽ നിന്നും പുറകോട്ട് പോകേണ്ടി വരുന്നു. പഴയ പോലെ ഗൗരവമായിട്ട് സി പി ഐയെ ദേശീയ രാഷ്ട്രീയത്തിലോ പ്രാദേശിക രാഷ്ട്രീയത്തിലോ ആരെങ്കിലും പരിഗണിക്കുന്ന സ്ഥിതിയില്ല. അതിൻ്റെ അമർഷം ബിനോയ് വിശ്വത്തെ പോലുള്ള ആളുകളുടെ ഒരു കീഴ്പ്പെടുന്ന സി പി എമ്മിൻ്റെ വാലായി മാറുന്ന സമീപനത്തിലുണ്ട് എന്നാണ് പലരും കരുതുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ സംസ്ഥാന നേതൃയോഗങ്ങളിലൊക്കെ ഉണ്ടായ ഈ ഒരു വിമർശനത്തിൻ്റെയും എതിർപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ബിനോയ് വിശ്വം ഒരു കടുത്ത നിലപാട്, പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണം എന്ന നിലപാടിലേക്ക് പോകുന്നു. അതിനു മുമ്പ് തന്നെയല്ലേ പി എം ശ്രീയുടെ കാര്യത്തിലുണ്ടായിരുന്നു. പക്ഷേ പി എം ശ്രീയുടെ കാര്യത്തിൽ അവർക്കൊരു ചെറിയ വിജയം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. കാരണം അത് മുന്നോട്ട് പോവേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. അതിനുമുമ്പ് ലോകായുക്തയുടെ കാര്യത്തിൽ പ്രകാശ് ബാബുവിനെ പോലുള്ളൊരു വളരെ ശക്തമായ നിലപാടെടുത്തെങ്കിലും വിലപ്പോയില്ല. കാരണം പിണറായി വിജയൻ ആ നിയമ ഭേദഗതിയായിട്ട് പോയി. ഈ കാര്യത്തിനൊരു വിജയമില്ലെങ്കിൽ സി പി ഐയുടെ നിലനിൽപ്പ് പ്രയാസത്തിലാവും. ഒരു അസ്തിത്വ പ്രശ്നമുണ്ട് ഇതിനകത്ത്. മാത്രമല്ല, ദേശീയ തലത്തിൽ സി പി ഐ മാറി ചിന്തിക്കണമെന്ന് കരുതുന്ന ധാരാളം പേരുണ്ട്. കാരണം ഇനി സി പി എമ്മിൻ്റെ കൂടെ നിന്നിട്ടോ ഈ പറയുന്ന മുന്നണിയുടെ കൂടെ നിന്നിട്ടോ കാര്യമില്ല. ഒരു വളർച്ചയോ സ്വാധീനമോ ഉണ്ടാക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യ മുന്നണി കുറേ കൂടി ശക്തമായി വളർന്നു വരേണ്ട സാഹചര്യം ഉണ്ട് എന്ന് കരുതുന്നവരാണ് അധികം പേരും. അതുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസുമായി കുറേ കൂടി നല്ല ബന്ധം ഉണ്ടാക്കിയിട്ട്, കേരളത്തിലിപ്പോൾ ഗവൺമെൻറ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട്
കേരളത്തിലും അത്തരം ഒരു മുന്നണിയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന ആശയം അതിശക്തമായിട്ട് അതിനകത്തുണ്ട്. ആ സമ്മർദ്ദം ബിനോയ് വിശ്വത്തിന് മറികടക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഉപനേതൃസ്ഥാനം യഥാർത്ഥത്തിൽ CPI പറയുന്നത് ന്യായമാണ്. കാരണം പ്രതിപക്ഷ നേതാവ് CPM ആണെങ്കിൽ അടുത്ത കക്ഷി എന്നുള്ളതായിരിക്കും CPIക്ക് ഉപനേതൃസ്ഥാനം കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കാരണം വേറെ വലിയ പാർട്ടികളോ അംഗസംഖ്യയൊന്നുമില്ല. CPIയുടെ ഒരാൾ ഉപനേതൃസ്ഥാനത്ത് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം അതിന് എന്താ പറയാ, കീഴ്വഴക്കം ഇല്ല എന്നുള്ളതാണ് ഗോവിന്ദൻ പറയുന്നത്. അതെ, കീഴ്വഴക്കം ഉണ്ടാക്കാലോ. കീഴ്വഴക്കം എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കുള്ളല്ലോ. അതെ. പുതിയൊരു സാഹചര്യത്തിൽ പുതിയൊരു രീതിയിൽ പ്രവർത്തിക്കാലോ. ഈ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതെ പിണറായി വിജയനെ വെച്ചിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. അല്ല, അതായിരിക്കും എനിക്ക് തോന്നുന്നു, അതായിരിക്കും പ്രശ്നം. CPIയിലുള്ള ഒരാൾ കുറെ കൂടി ശക്തമായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കാൻ തുടങ്ങിയ പിണറായി വിജയന്റെ ക്ഷീണം വർദ്ധിക്കുന്നതാണോ CPM-നെ ഇങ്ങനെ പരിഭ്രാന്തരാക്കുന്നത്? CPM-നെ അല്ല, പിണറായി വിജയനെ പരിഭ്രാന്തരാക്കുന്നത്. അതെ, അദ്ദേഹം തന്നെയാണ് കർശനമായി പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട്. രണ്ടാമത്തെ കാര്യം, അവിടേക്ക് CPM-ന്റെ തന്നെ ഒരാൾ വരണം എന്ന് അവർ വാശി പിടിക്കുന്നതിൻ്റെ കാര്യം, CPI വന്നാൽ അത് CPIക്ക് ഗുണകരമായിട്ട് മാറിപ്പോകും എന്നുള്ള ഭയം കൊണ്ടാണ്. ഒരു പ്രതിപക്ഷത്ത് കുറെ കൂടി ശക്തമായി മാറും എന്ന് കരുതിയിട്ടാണ്. എന്തായാലും ഇതൊരു ചെറിയ പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ തർക്ക പ്രശ്നമല്ല, വളരെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന വിഷയമാണ്. പക്ഷേ ഇതൊരു തർക്ക പ്രശ്നമായി മാറുന്നതിന് പിറകിൽ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. കാരണം CPIക്ക് ഒരു മാറി ചിന്തിക്കൽ ആവശ്യമാണ്, മുന്നണി മാറ്റം ആവശ്യമാണെന്ന് കരുതുന്നവർക്ക് മേധാവിത്വം ആ പാർട്ടിക്ക് അത് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അല്ല, അങ്ങനെ വന്നാൽ പോലും ഞാൻ ചോദിക്കട്ടെ, CPIയുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണ്? അവർ CPM-ന്റെ ഒരു വാലായി എന്നുള്ളത് ഫാക്റ്റ് തന്നെയാണ്. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് CPM-നോട് ഏറ്റുമുട്ടാൻ കഴിയാത്തൊരു സാഹചര്യം, ഏറ്റുമുട്ടാൻ കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാനം രാജേന്ദ്രൻ്റെ ആദ്യകാലത്ത് അങ്ങനെ ഏറ്റുമുട്ടിയതാണ്. പിന്നീട് കാനം രാജേന്ദ്രൻ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റുന്നത് നമ്മൾ കണ്ടത്. പിന്നീട് കാനം മാറുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം മാറുന്ന സമയത്ത് പാർട്ടിയിൽ പ്രകാശ് ബാബുവിനെ പോലുള്ള ആളുകളെ പാർട്ടി നേതൃത്വത്തിൽ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. പക്ഷേ അവർ അൾട്ടിമേറ്റ്ലി ബിനോയ് വിശ്വത്തെ പോലെ ഒരാളെയാണ് തീരുമാനിച്ചത്. എന്താ കാരണം വെച്ചാൽ, കാനത്തിൻ്റെ അതേ നിലപാടുകൾ, ഈ കോംപ്രമൈസിങ് ആയ നിലപാടുകൾ തുടരുന്ന ഒരാളെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ബിനോയ് വിശ്വത്തെ അനുഭവം. അപ്പോൾ അങ്ങനെ ആ പാർട്ടിയിൽ ആ തരത്തിലൊരു കോംപ്രമൈസിങ് പൊസിഷനാണ് എല്ലാ കാലത്തും ഒരു അപ്പർ ഹാൻഡ് നേടിയത്. ഇന്ന് അത് മാറി വ്യത്യസ്തമായ ഒരു റെസിസ്റ്റൻസിൻ്റെ നിലപാടിലേക്ക് വരികയാണെങ്കിൽ ബിനോയിനെ മാറ്റിയിട്ട് വേറൊരാളെ കൊണ്ടുവരുന്നതിൽ എന്താ തടസ്സമുള്ളത്? അല്ല, CPIയുടെ ചരിത്രത്തിൽ നമ്മളിപ്പം വെളിയം ഭാർഗവൻ്റെ കാലം നോക്കുക, PKVയുടെ കാലം, അല്ലെങ്കിൽ CK ചന്ദ്രപ്പൻ്റെ കാലം, അച്യുതമേനോൻ്റെ കാലം, അതൊക്കെ നോക്കുമ്പോൾ CPM-നെ അങ്ങനെ ഭയന്നു നിന്നൊരു കാലം ഉണ്ടായിട്ടില്ല. അല്ല, ആ കാലത്തൊന്നും ഇല്ല. CPM-നെ ഭയക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? അത് കാനം രാജേന്ദ്രന്റെ സെക്രട്ടറി സ്ഥാനത്തിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലാണ്. അതിന്റെ പിന്നിലുള്ളത് എന്താന്നുള്ളത് കാനം രാജേന്ദ്രൻ വിശ്വസിച്ചു. അദ്ദേഹം മരിച്ചുപോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ പാർട്ടിയിലുള്ള ആളുകൾ വിശ്വസിച്ചു. നമുക്കൊക്കെ പല കഥകളും അറിയാം, പല കഥകളും കേട്ടിട്ടുണ്ട്. അത് പുറത്തു പറയാൻ പറ്റാത്ത കഥകളാണ്. അതുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, പലതരത്തിൽ പിണറായി വിജയൻ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി എന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ കാനം രാജേന്ദ്രൻ പിന്നാലെ വരേണ്ടിയിരുന്ന ആൾ സ്വാഭാവികമായിട്ടും പാർട്ടിയിലെ ഏറ്റവും മികച്ച കേഡർ തള്ളയ്ക്ക് പ്രകാശ് ബാബുവാണ് വരുന്നത്. പ്രകാശ് ബാബു പക്ഷേ പിണറായി വിജയനായിട്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്യില്ല, മുഖത്ത് കാര്യങ്ങൾ പറയുന്ന ആളാണ്. അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കും എന്ന് പോലും വളരെ അടുത്ത ആളുകൾ, പ്രകാശ് ബാബുവിനോട് അടുത്ത ആളുകൾ പറഞ്ഞത്. പക്ഷേ അതങ്ങനെ ഒരു മത്സരം അവർ ഒതുക്കുകയുണ്ടായത്. അല്ല, അതല്ല, മത്സരത്തിലേക്ക് പോകാൻ അദ്ദേഹം തയ്യാറാവില്ല. കാരണം അങ്ങനെ ഒരു കേഡറല്ല അദ്ദേഹം. പാർട്ടി പൂർണ്ണമായിട്ടും പാർട്ടിയുടെ ചട്ടവട്ടങ്ങളൊക്കെ പാലിക്കുന്ന ഒരു പഴയ മട്ടിലുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് നിലപാടുകളുണ്ട്. വെളിയത്തെ പോലെയോ ചന്ദ്രപ്പനെ പോലെയൊക്കെ ഒരു ഷാർപ്പായിട്ട് പിണറായി വിജയനോട് പറഞ്ഞു നിൽക്കുന്ന യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത് ഇപ്പോൾ ഉള്ള ഈ കോംപ്രമൈസിങ് ലീഡർഷിപ്പിനെ മാറ്റി, അതായത് ബിനോയ് വിശ്വത്തെ മാറ്റി കുറെ കൂടി ബിനോയ് വിശ്വം രീതി തന്നെ നോക്കൂ. ബിനോയ് വിശ്വം പാർട്ടിയുടെ ഒരു തലത്തിലും സംഘടനാ സെക്രട്ടറി ആയിട്ട് മുമ്പ് പ്രവർത്തിച്ച അനുഭവമില്ല. അല്ല, എന്നോടൊരു ജില്ലാ സെക്രട്ടറി എന്നാൾ പറയുന്നത് അറിയോ? അയാൾ സംസ്ഥാന സെക്രട്ടറി ആവുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ജില്ലാ സെക്രട്ടറി എന്ന ഒരാളെ എന്നോട് പറഞ്ഞത്. ഒന്നുമില്ല, ഒരു വലിയ തോതിലുള്ള ഏതെങ്കിലും പൊതുജന സംഘടനയുടെ സെക്രട്ടറി ആയാലും അങ്ങോരുടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് ബുഡാപെസ്റ്റിലാണ്. അതെ, അതെപ്പോഴും ഒരു പഴയ സോവിയറ്റ് സോഷ്യലിസ്റ്റ് അതിന്റെ ഒരു രീതിയാണ്, അതിന്റെ ഒരു ഭാഷയും അതിന്റെ സൗകര്യങ്ങളും. ഈ ബുഡാപെസ്റ്റിലൊക്കെ ഇരിക്കുന്ന വേൾഡ് യൂത്ത് ഫെഡറേഷന്റെ വൈസ് പ്രസിഡന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും കിട്ടും. അപ്പൊ സർക്കാർ സോവിയറ്റ് യൂണിയന്റെ അവകാശമുണ്ട്. അപ്പൊ ആ ഒരു സോവിയറ്റ് യൂണിയന്റെ എന്താ പറയുക ഉഭയജീവികളായിട്ട് ജീവിച്ച ഒരുപാട് പേര് CPIയിലുണ്ട്. അവരുടെ പ്രഭാത് ബുക്ക് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥാപനം സോവിയറ്റ് യൂണിയൻകാർ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന പുസ്തകങ്ങൾ ഇവിടെ വെച്ചിട്ട് ആണ് കച്ചവടം നടത്തിയത്. ഇസ്കസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം അങ്ങനെയാണ്. സത്യത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി
സോവിയറ്റ് യൂണിയൻ മാത്രമല്ല തകർന്നത്, ലോകത്തെ ഈ തരത്തിലുള്ള ഒരു വൃത്താന ജീവി അല്ല എന്താ പറയുക ഉച്ഛിഷ്ട ജീവികളായിട്ട് ഒരുപാട് രാഷ്ട്രീയ കക്ഷികൾ തകർന്ന കൂട്ടത്തിൽ CPI-യും ആ പ്രതിസന്ധിയിലെത്തി എന്നുള്ളതല്ലേ വാസ്തവം. അതെ അതെ, അതുകൊണ്ട് തന്നെ പ്രകാശ് ബാബുവിനെ പോലെ ഒരാൾ വന്നാൽ സംസ്ഥാന സെക്രട്ടറിയായിട്ട് വരികയാണെങ്കിൽ കുറെ കൂടി ഇടപെടാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. പക്ഷേ അതിന് താല്പര്യമില്ല. മാത്രമല്ല ബിനോയ് വിശ്വം സെക്രട്ടറി വരണം എന്നുള്ളത് കാനത്തിന്റെ ആഗ്രഹമായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു എന്താ ആഗ്രഹത്തിന്റെ പിന്നിലുള്ള കാര്യം എന്നാണ് അറിയേണ്ടത്. കാര്യം വേറൊന്നുമല്ല, പിണറായി വിജയൻ അലോസരം ഉണ്ടാക്കാത്ത രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കണം. പക്ഷെ അതിന്റെ ഫലം എന്ന് പറയുന്നത് CPI പൂർണ്ണമായിട്ടും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നു, തകർച്ചയിലേക്ക് പോകുന്നുണ്ട്. ഇതൊരു അവസാന സമയമാണ്. അവർക്ക് വേണമെങ്കിൽ നിലപാട് മാറ്റി മുന്നണി മാറി കുറെ കൂടി മെച്ചപ്പെട്ട രാഷ്ട്രീയ വ്യവസ്ഥയിലേക്ക്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പ്രതിപക്ഷ ഉപനേതാവിന്റെ തർക്കമാണ് ഇപ്പോഴത്തെ തർക്കം. പ്രതിപക്ഷ ഉപനേതാവിന്റെ പദവിയെ കൊടുത്തു വിചാരിക്കാം, അതിലാർക്കാ കിട്ടാൻ പോണത്? എന്തായിരുന്നു കെ രാജന്റെ റെക്കോർഡ്? പിണറായി വിജയന്റെ ഒരു 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 ADC ആയിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരു തന്നെ വെച്ചിട്ട് പ്രതിപക്ഷ ഉപനേതാവായിട്ട് എങ്ങനെ CPIക്ക് മിന്നാൻ കഴിയും, പെർഫോമൻസ് നടത്താൻ കഴിയും? പ്രതിപക്ഷ ഉപനേതാവിന് വേണ്ടിയുള്ള താല്പര്യമല്ല, അതിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, വലിയ സത്യത്തിൽ. അപ്പം യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? പ്രതിപക്ഷ ഉപനേതാവ് കിട്ടായിരിക്കട്ടെ, അവര് ഈ പിണറായി വിജയന്റെ പ്രതിപക്ഷ നേതാവിന്റെ കീഴിൽ അവർക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർ ഓൾമോസ്റ്റ് പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർ മാറിയിരിക്കാൻ പോകുക എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്ന സംവിധാനം ദുർബലപ്പെടും. അതൊരു CPM മാത്രമായിട്ട് മാറും, CPM മാത്രമായിട്ട് ചുരുങ്ങും. CPM മാത്രമായിട്ട് ചുരുങ്ങാനാണ് സാധ്യത, വേറെ ഒന്നുമില്ലായിരുന്നു. അല്ല, അങ്ങനെ വന്നാൽ CPIയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ ദേശീയ മുന്നണി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കൂട്ടർ എന്ന നിലയിൽ കേരളത്തിലെ UDF-നകത്ത് അവർക്ക് ഒരു അക്കോമഡേഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ? ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർക്ക് താല്പര്യം ഉണ്ടാകും CPI കൂടി വരണം എന്നുള്ളത്. കാരണം അതൊരു നല്ലൊരു ബ്രാൻഡ് നെയിമാണ് ഇന്ത്യയിൽ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു താല്പര്യം അവർ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിനും അതിൽ പ്രയാസമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അവർക്കും ഒരു ഇടതുപക്ഷ പാർട്ടി, ദേശീയ അടിസ്ഥാനത്തിൽ അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ പാർട്ടി അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസിന് നല്ല കാര്യമാണ്. അത് അവർ സ്വീകരിച്ചേ. കാരണം CPM-നെ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ഒരുപാട് പേരെ MLA-മാരാക്കിയിട്ടാണ് കോൺഗ്രസ് ഇത്തവണ നിയമസഭയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് CPI വരുന്നത് CPIക്കും ഗുണകരമായിരിക്കും, UDF-നും ഗുണകരമായിരിക്കും. അല്ല, അതിന് പറ്റിയ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം CPIയിൽ ഒരുങ്ങുന്നുണ്ട്. ഉദാഹരണത്തിന് ബിനോയ് വിശ്വം മാറിയിട്ട് പ്രകാശ് ബാബുവിനെ പോലുള്ള ആളുകൾ വരികയാണെങ്കിൽ അവർക്ക് ഈ CPM എന്ന് വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നതിന് കുറെ കൂടി അങ്ങനെ ഒരു ആർഗ്യുമെന്റിന് പോകാനുള്ള ശേഷിയുള്ള കൂട്ടരാണ്. തീർച്ചയായിട്ടും അവർ ഇന്ത്യ മുന്നണിയെ കുറെ കൂടി ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ബിനോയ് വിശ്വത്തിന് പോലും ഇപ്പോൾ എടുത്തുള്ള നിലപാടുകളെ ന്യായീകരിച്ച് നിൽക്കാൻ കഴിയാത്ത ചുറ്റുപാടുണ്ട്. അദ്ദേഹം ദുർബലനായിട്ട് രാഷ്ട്രീയമായിട്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ദുർബലനായിട്ടുള്ള ഒരു കക്ഷി നേതാവ്. എം വി ഗോവിന്ദനെ മാറ്റി നിർത്തിയ. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും മാത്രമല്ല, നമ്മുടെ ബിനോയ് വിശ്വത്തിനും വലിയ പരിക്കാണ് പറ്റിയിരിക്കുന്നത്. തിരിച്ചടി, നല്ല അടി കൊടുത്തിട്ടുണ്ട്. ആ പ്രതിസന്ധിയാണ് അവർ നേരിടുന്നത്. പക്ഷെ അത് എളുപ്പത്തിൽ പരിഹരിക്കാനാവും തോന്നുന്നില്ല. നോക്കാം, എന്തുകൊണ്ട് പരിഹരിക്കാൻ കഴിയും. അല്ല, അവര് ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നുള്ളത് അവരിതുവരെ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ തീർച്ചയായും CPI ആയാലും CPM ആയാലും വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എന്നുള്ളത് സംശയരഹിതമാണ്. സംശയമില്ലാത്ത കാര്യമാണ്.